ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ വാഗമണിലാണ്. എന്നോടൊപ്പം ഉള്ള ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ സഹായകരമായ വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ജിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ജിയോ എന്ന് പറഞ്ഞുതരുന്നത്? സംഭവം പരിചയപ്പെടുത്തി തരാൻ പോകുന്ന നമ്മുടെ രതീഷ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് മിക്കവാറും ഈ ഒരു ഹിൽ ഏരിയ, ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മള് സ്ഥലങ്ങൾ കാണാൻ പോകാറുണ്ട് ടൂറൊക്കെ ആയിട്ട്. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മിക്കവാറും നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കേണ്ട ആവശ്യം വരും. അങ്ങനെ എപ്പോഴും നമുക്ക് അത് നോക്കാൻ പറ്റുന്നില്ല, കാരണം അവിടെ നെറ്റിന്റെ കവറേജോ ഇന്റർനെറ്റ് സൗകര്യമോ നമുക്ക് കിട്ടിയില്ല വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് മാപ്പ് ലോഡ് ചെയ്യാനും ആ വഴിയൊന്നും കാണാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ രതീഷ് ചേട്ടൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ്, പ്രത്യേകിച്ചും ട്രാവലേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു അറിവ്. അപ്പോൾ എന്താണെന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഇനി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഏതൊരു സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ ഒരു സ്ഥലം ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മാപ്പ് വരുന്ന ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇതുപോലെ ഡയറക്ഷൻസ്, സ്റ്റാർട്ട്, സേവ് എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസ് കാണാം. നമ്മളതിൽ സേവ് എന്നത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഏത് ലിസ്റ്റിലേക്ക് സേവ് ചെയ്യണമെന്നും പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിന് ഫോൾഡറുകൾ പോലെയുള്ള ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളാണോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും സൂക്ഷിച്ച് വെക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യത്തിന് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു പ്ലേസ് ആണോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പേരുകൾ കൊടുത്തിട്ട് അവിടെ പുതിയ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ന്യൂ ലിസ്റ്റ് എന്നത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വിസിറ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെയായിട്ട് പ്രൈവറ്റ്, ഷെയർഡ്, പബ്ലിക് എന്ന് കാണുന്നതിൽ പ്രൈവറ്റ് എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈലിനോടൊപ്പം പബ്ലിക്കായിട്ടുള്ള ആളുകൾ കാണേണ്ട എന്നതിനാണ് ഇവിടെ പ്രൈവറ്റ് എന്നത് സെലക്ട് ചെയ്യണത്. അതിനുശേഷം മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്നത് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ഹോം സ്ക്രീനിലേക്ക് തിരികെ വരാം. ഹോം സ്ക്രീനിൽ തിരികെ വന്നാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എക്സ്പ്ലോർ, കമ്മ്യൂട്ട്, സേവ്ഡ് എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ സേവ്ഡ് എന്ന ഐക്കൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അവസാനമായി സേവ് ചെയ്ത് റീസെൻ്റ്ലി സേവ്ഡ് എന്നതിന് താഴെയായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമുക്ക് താഴെയായിട്ട് ഡൗൺലോഡ് എന്ന ഒരു ഐക്കൺ തന്നെയുണ്ട്. ഇത് കൂടാതെ ആ ഒരു സ്ക്രീനിൻ്റെ വലത് സൈഡിൽ 3 ഡോട്ടിൽ പ്രസ് ചെയ്താലും ഡൗൺലോഡ് ഓഫ്ലൈൻ മാപ്പ് എന്ന് കാണാം. നമ്മളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത ഏതൊരു ലൊക്കേഷനാണോ ആ ഒരു ലൊക്കേഷൻ്റെ മാപ്പ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ താഴെയായിട്ട് നമുക്ക് കാണാം 35 MB സ്പേസ് ഈ ഒരു ഓഫ്ലൈൻ ഡാറ്റ, അതായത് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെടുമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പ്രദേശത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമുള്ള ഒരു സ്ക്വയറിനുള്ളിൽ വരുന്ന ഏരിയയാണ്. അത്രയും ഭാഗത്തിൻ്റെ മാപ്പ് മാത്രമായിരിക്കും ഓഫ്ലൈനായിട്ട് നമുക്കിവിടെ സേവ് ആവുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ തൊട്ട് നമുക്ക് പോവേണ്ട ആ ഒരു ലൊക്കേഷൻ വരെയുള്ള രീതിയിൽ അത് നമുക്ക് ഈ ഒരു സ്ക്വയറിനുള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ മാക്സിമം സൂം ഔട്ട് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആ ഒരു ലൊക്കേഷൻ്റെ ഫുള്ളായിട്ടുള്ള ഡാറ്റ നമുക്ക് ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്പേസ് ആവും. താഴെയായിട്ട് അത് കാണിച്ചിട്ടുണ്ടാവും ഇത്ര MB ആവും, ചിലപ്പോൾ 500 MB ഉണ്ടാവും എന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് എന്നത് പ്രസ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഓഫ്ലൈൻ ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ അവിടെ കവറേജ് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് സാധാരണ ഉപയോഗിക്കുന്ന പോലെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ മിക്കപ്പോഴും ഇതുപോലെ ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി ഭയങ്കര വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഇതുപോലെ ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെറ്റില്ലെങ്കിൽ നമുക്ക് സുഗമമായിട്ട് നമ്മുടെ വാഹനം ഓടിച്ച് അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ട്രാവൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മറ്റൊരു അറിവുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.